ഇനി നമ്മൾ എനർജി, പവർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റോഡിലൂടെ ഒരു കാറ് ഓടുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ എൻജിൻ ആ കാറിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. അത് ഫോഴ്സ് കൊണ്ട് ആ എൻജിൻ ആ കാറിൻ്റെ മുകളിൽ അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് കാറിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു കല്ലിനെ പൊക്കുകയാണ് എന്ന് വിചാരിക്കുക. എച്ച് ഹൈറ്റിലേക്ക് പൊക്കുകയാണെങ്കിൽ എക്സ്റ്റേണലി നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇതിനെ പൊക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് കല്ലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് എനർജി. വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഈ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുമുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയുമുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ബോഡിക്ക് മോഷൻ്റെ ഫലമായി കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 12 mv² ആണ്. ഇനി അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ഫോഴ്സ് ഫീൽഡിൽ ഉണ്ടാകുന്ന പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ടോ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വർക്ക് അഗെയിൻസ്റ്റ് എ ഫോഴ്സ്. അതൊരു ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്കാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഇക്വേഷൻ K(Q1Q2)/R ആണ്. ഇനി ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന എനർജിയാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി കൈനറ്റിക് എനർജി മൊമെൻറ്റം റിലേഷൻ. നമുക്കറിയാം കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ K=p²/2m ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? y² = 4ax. y² = 4ax എന്ന് പറയുന്ന ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ പരാബോള. അപ്പോൾ ഇത് ഒരു പരാബോളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് പി ആണെങ്കിൽ വൈയുടെ സ്ഥാനത്ത് കെ ആണെങ്കിൽ y = x²/k(x²) ഫോമാറ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റെപ്രസെൻ്റ് പരാബോള. അപ്പോൾ ഒരു പരാബോളയായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ കെയും പിയും നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ K vs P നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പരാബോളയായിരിക്കും കിട്ടുന്നത്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട് പെർസെൻറ്റേജ് വേരിയേഷൻ പ്രോബ്ലം എന്ന് പറയും. പെർസെൻറ്റേജ് വേരിയേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ദെൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതാണ് ഇങ്ങനെ പെർസെൻറ്റേജ് ചേഞ്ച് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം നമുക്കറിയാം മൊമെൻറ്റം കൈനറ്റിക് എനർജി റിലേഷൻ K=p²/2m ആണ്. ഇനി അപ്പോൾ ഓൾറെഡി ഒരു മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ mv ആണ്. അപ്പോൾ ഒരു v വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വിയിൽ മാറ്റം വരുത്തിയാലാണ് മൊമെൻറ്റത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോൾ കൈനറ്റിക് എനർജി വിയിൽ മാറ്റം വരുത്തിയാൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? മാറും. അപ്പോൾ മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ ഇനീഷ്യലി K എന്ന് പറയുന്നത് p²/2m ആണ്. ഇനി 20% മൊമെൻറ്റം ഇൻക്രീസ് ചെയ്താൽ P' എന്തായി? ഇപ്പോൾ P + Pയുടെ 20%. Pയുടെ 20% ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ P' എന്ന് പറയുന്നത് 20% ഓഫ് P എന്നാൽ 1/5. അപ്പോൾ P' എന്ന് പറയുന്നത് 1/5 + 5/5 എന്ന് പറഞ്ഞാൽ 6/5p എന്ന് വരും. ഇതാണ് ഇപ്പോഴത്തെ പുതിയ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ആയി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ K' P'²/2m എന്നാണ്. P' എന്ന് പറയുന്നത് 6/5² × 2m എന്നാണ്. ഇനി പെർസെൻറ്റേജ് ചേഞ്ചാണ് നമ്മളോട് ചോദിച്ചത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ഇനീഷ്യൽ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ
6p5 whole square into p square minus 1 into 1 by 2m minus p square by 2m. അപ്പോൾ 6b5 square into 1 by 2m minus p square by 2m divided by initial is p square by 2m. ഇതിലെല്ലാം കോമൺ ആണ് p square by 2m എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ p square by 2m നമ്മളെല്ലാ p square by 2m കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 25 മൈനസ് 1 ഇൻറ്റു 100 എന്ന് കിട്ടും. 36 മൈനസ് 25 എന്ന് പറയുന്നത് 5 പ്ലസ് 6, 5ഉം 6ഉം പാടെ കൂട്ടി കഴിഞ്ഞാൽ 11/25 ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇത് 4 കൊണ്ട് കട്ട് ചെയ്യും. 44% എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ മൊമെൻറ്റം 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 44% ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും 1 മിനിറ്റിലേറെ സമയമെടുക്കും. പക്ഷേ അത് നമുക്കൊരു എളുപ്പ വഴിയിലൂടെ ചെയ്യാം. ഇതാ ഈ ടേബിൾ നോക്കുക. ഈ റിലേഷൻ അപ്ലിക്കബിൾ ആവുന്നത് y = kx² എന്നുള്ളൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനിലെല്ലാം ഇത് അപ്ലിക്കബിൾ ആണ്. ഇത് റൊട്ടേഷണൽ മോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ റൊട്ടേഷണൽ അനലോഗി ഉണ്ട് p²/2m L²/2i കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഏത് y = kx² റിലേഷൻ ഒബേ ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇനി നമ്മളോട് ചോദ്യം ചോദിച്ചത് 1% ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഫ്രാക്ഷണൽ എറർ, റിലേറ്റീവ് എറർ എടുക്കാൻ നമുക്കറിയാം Δy/y = k കോൺസ്റ്റൻ്റ് ആണ്, അതിൽ എറർ ഉണ്ടാവില്ല. 2 × Δx/x ആണ് അല്ലേ. അപ്പോൾ ഇതാണ് ഫ്രാക്ഷണൽ എററാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. അതായത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ Δx/x ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പോൾ എക്സ് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എത്ര ആൻസർ കിട്ടും, കറക്റ്റ് എത്ര ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക, ഫസ്റ്റ് എക്സ് ഇൻക്രീസ് ചെയ്തത് 1% ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എറർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 × 1 Δx/x എന്ന് പറയുന്നത് 1% ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 2 എന്ന് കിട്ടും അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ച്. ഇനി ഇത് 2% ഇൻക്രീസ് ചെയ്താൽ 4 എന്ന് കിട്ടും. 3% ആണെങ്കിൽ 6 എന്ന് കിട്ടും. 4 ആണെങ്കിൽ 8 എന്ന് കിട്ടും. 40 ആണെങ്കിൽ 80 എന്ന് കിട്ടും. 2 × Δx/x. അപ്പോൾ നമ്മളിവിടെ 20%ൻ്റെ 44 ആണ് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് 20% ആണെങ്കിൽ 2 × 20 40 എന്നാണ് കിട്ടുക. പക്ഷേ 40 അല്ല ആൻസർ, 44 ആണ്. അത് കിട്ടാൻ വേണ്ടി അപ്രോക്സിമേറ്റ് മെത്തേഡ് അപ്ലിക്കബിൾ ആവുന്നത് സ്മോൾ ചേഞ്ചിൻ പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ 1, 2 അതുപോലത്തെ ചെറിയ വാല്യൂകളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ 1 ആണ് പെർസെൻറ്റേജ് ചേഞ്ചെങ്കിൽ 0.1ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 2 ആണെങ്കിൽ 0.2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 3 ആണെങ്കിൽ 0.3ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 4 ആണെങ്കിൽ 0.4ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 10 ആണെങ്കിൽ 1 സ്ക്വയർ ആഡ് ചെയ്യുക. 20 ആണെങ്കിൽ 2 സ്ക്വയർ ആഡ് ചെയ്യുക. 30 ആണെങ്കിൽ 3 സ്ക്വയർ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡിൻ്റെ കൂടെ എന്താണോ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 20% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് 2 × 20 40. 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ക്വയർ ആഡ് ചെയ്യണം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 444. അപ്പോൾ ഒറ്റ അടിക്ക് നമുക്കതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഈ പെർസെൻറ്റേജ് വേരിയേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ഇനി ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ F = -du/dr ആണ്. ഇനി നമ്മൾ പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എ ബുള്ളറ്റ് ലോസസ് 1/20 ഓഫ് ഇറ്റ്സ് വെലോസിറ്റി പാസിംഗ് ത്രൂ എ പ്ലാങ്ക്. ദ ലീസ്റ്റ് നമ്പർ ഓഫ് സച്ച് പ്ലാങ്ക്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ബുള്ളറ്റ് ഈസ്. ഒരു v വെലോസിറ്റി ഉള്ള ഒരു ബുള്ളറ്റ് ഒരു പ്ലാങ്കിലൂടെ കടന്നു പോയപ്പോൾ അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ 1/20 വെലോസിറ്റി ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിയിൽ നിന്ന് v/20 വെലോസിറ്റി ലോസ് ചെയ്തു.
ബാക്കി അപ്പോൾ ഉള്ളത് 20 മൈനസ് 90v/20 വെലോസിറ്റിയാണ് ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്ലാങ്കിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്ലാങ്ക് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞത്. ഇനി ഇതുപോലത്തെ എത്ര പ്ലാങ്ക് വെച്ചാലാണ് ഇതിൻ്റെ വെലോസിറ്റി 0 ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആകുമ്പോഴാണ് ബുള്ളറ്റ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വി വെലോസിറ്റിയിൽ വരുന്ന ഇത് n പ്ലാങ്ക്, അതുപോലത്തെ ഒരു n പ്ലാങ്ക് വെച്ചാൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആകണം. ഇത് കടന്നു പോകുന്ന ഈ ഡിസ്റ്റൻസ് x ആണെങ്കിൽ ഇത് കടന്നു പോകുന്ന ഈ ഡിസ്റ്റൻസ് n × x ആയിരിക്കും. ഇവിടെ വെലോസിറ്റി റിലേഷനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് എനർജി തിയറമാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം F × x ആർ പ്ലാങ്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് × x എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. F × x എന്ന് പറയുന്നത് വർക്കാണ്. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ F × x ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ m × ഫൈനൽ എന്ന് പറയുന്നത് v/19v/20 ഹോൾ സ്ക്വയർ മൈനസ് v സ്ക്വയർ. ഇനി സെക്കൻഡ് കേസ് n എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് × n × x ഈക്വൽ ടു ½ m × v സ്ക്വയർ മൈനസ് 0 സ്ക്വയർ. ഇത് നമുക്ക് n കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുക. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫും ക്യാൻസൽ ചെയ്യും, എക്സും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് 1/n ഈക്വൽ ടു ½ m ക്യാൻസൽ ചെയ്യും. 19v സ്ക്വയർ /20 മൈനസ് 1 × v സ്ക്വയർ എന്ന് കിട്ടും. v സ്ക്വയറിനെ കോമൺ എടുത്താൽ ഡിവൈഡഡ് ബൈ v സ്ക്വയർ. അപ്പോൾ 1/n ഈക്വൽ ടു 90 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 20 സ്ക്വയർ എന്ന് കിട്ടും. 90 സ്ക്വയർ മൈനസ് 20 സ്ക്വയർ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആണ്. അപ്പോൾ a + b × a - b അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 39 ഡിവൈഡഡ് ബൈ 20 × 20. അപ്പോൾ നമുക്ക് ഇത് ഞാൻ 40 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 20 × 20 എന്ന് പറഞ്ഞാൽ ഇത് 0 കട്ട് ചെയ്യും, 2 കട്ട് ചെയ്യും. അപ്പോൾ 10 എന്ന് കിട്ടും. n എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്. ആക്ച്വലി ഈ വാല്യൂ കിട്ടേണ്ടത് 39 എന്ന് പറയുന്നത് 40യേക്കാൾ ചെറിയ വാല്യൂ ആണ്. ഇതിൻ്റെ റെസിപ്രോക്കലാണ് n എന്ന് പറയുന്നത്. 39 എന്ന് പറയുന്നത് 40യേക്കാൾ ചെറിയ വാല്യൂ ആണ്. ചെറിയ വാല്യൂ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ വലിയ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 10 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ 10നേക്കാൾ കൂടുതലുള്ള ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലാണ് അതിൻ്റെ അത്രമാത്രം റെസിസ്റ്റീവ് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാലാണ് ബുള്ളറ്റ് സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ 11 എണ്ണം ഉണ്ടെങ്കിൽ 10നേക്കാൾ കൂടുതൽ ഉള്ള നമ്പർ 11 എണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെന്ത് ചെയ്യും, അതിന് നിൽക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫർ ചെയ്യും. 11 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിൽക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 11 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ എന്നാണ്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി മൊമെൻറ്റം റിലേഷൻ എന്ന് പറയുന്നത് k = p²/2m ആണ്. y = kx² റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് മെത്തേഡിലൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മൊമെൻറ്റം 100% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് 2 × 100 എന്ന് പറഞ്ഞാൽ 200. 100% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 10² ആഡ് ചെയ്യണം. 10² ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300% എന്നാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ 125%, ദെൻ ദ മൊമെൻറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ.
കൈനറ്റിക് എനർജി 125% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം എത്രയാണ് ഇൻക്രീസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ വൈ മാറ്റിയ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഈ 125 എന്നൊക്കെ പറഞ്ഞാൽ ഈ 25 എന്ന് പറയുന്നത് നമ്മൾ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ആ വാല്യൂ നമ്മൾ കാണാതെ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. 125 എന്ന് പറഞ്ഞത് ഒരു 5 സ്ക്വയർ ആഡ് ചെയ്തതാണ്. 5 സ്ക്വയർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 50 ആയിരിക്കണം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. 50 × 2 എന്ന് പറയുന്നത് 100 ആവും. അപ്പോൾ 125. അപ്പോൾ നമ്മൾ ആ ടേബിൾ പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 50 ആഡ് ചെയ്താലാണ് 5 സ്ക്വയർ. അപ്പോഴാണ് 2 × 50 100 + 5 സ്ക്വയർ 125 എന്ന് കിട്ടുക. അപ്പോൾ 50. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിലേക്ക് നോക്കി ഏതായിരിക്കും പോസിബിലിറ്റി എന്ന് ആലോചിക്കുക. ഇനി ആ ടേബിളിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ ഏത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലാണ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വാല്യൂ കുത്തുക. അങ്ങനെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 ആണ് ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two bodies with kinetic energy ratio of 4:1 are moving with equal linear momenta. Then the ratio of their masses. രണ്ട് ബോഡികളുടെ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 4:1 ആണ്. അവർക്ക് ലീനിയർ മൊമെൻറ്റം സെയിം ആണ്. ദെൻ ദ റേഷ്യോ ഓഫ് ദെയർ മാസസ്. മാസിൻ്റെ റേഷ്യോ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി മൊമെൻറ്റം റിലേഷൻ K = P²/2m ആണ് എന്ന് നമുക്കറിയാം. ഇവർ രണ്ടുപേരുടെയും മൊമെൻറ്റം ഈക്വൽ ആണ്. 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. അപ്പോൾ K1/K2 എന്ന് പറയുന്നത് m2 / m1 ആണ്. അപ്പോൾ നമുക്ക് മാസിൻ്റെ റേഷ്യോ കിട്ടാൻ ഈ റേഷ്യോ എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി റേഷ്യോ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ അത് 4:1 ആകുമ്പോൾ ഇത് 1:4 ആവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the velocity of bob at mean position if it is able to rise to a vertical height of 10 meter? ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബിന് 10 മീറ്റർ വെർട്ടിക്കൽ ഹൈറ്റിലേക്ക് വരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീൻ പൊസിഷനിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രമാത്രം വെർട്ടിക്കൽ ഹൈറ്റിലേക്കാണ് അത് പോകുന്നത് അത്രയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും ഇനീഷ്യലി ബോബിന്. പിന്നീട് അതിൻ്റെ ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ മീൻ പൊസിഷനാണ്. ലോവസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ അത്രയും പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ലോവസ്റ്റ് പൊസിഷനിൽ അതിൻ്റെ ഹാഫ് mv². കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു അതിൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഹാഫ് m × v² = m × 10 × വെർട്ടിക്കൽ ഹൈറ്റ് 10 ആണ്. എമ്മും എമ്മും ക്യാൻസൽ ചെയ്യും. v² = 2 × 10 × 10. v = റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √2 × 10 എന്ന് കിട്ടും. √2ൻ്റെ വാല്യൂ 1.4 ആണ്. × 10 = 14 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m at rest is acted upon by a force F for time t. Its kinetic energy after time t. ഈ ഓപ്ഷനുകളുടെ പ്രത്യേകത, ഈ ഓപ്ഷനുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ഓപ്ഷനുകളാണെങ്കിൽ വാല്യൂ അല്ലാതെ ഇങ്ങനത്തെ ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനുകളായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡയമെൻഷൻ അപ്ലൈ ചെയ്യണം. നമ്മളോട് ചോദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷനുള്ള ഓപ്ഷനുകൾ ആദ്യം സെലക്ട് ചെയ്യുക. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ml² T⁻². എനർജിയുടെ ഡയമെൻഷൻ. എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. നമ്മൾ ഓരോന്നിൻ്റെ ഡയമെൻഷൻ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിലോഗ്രാം മീറ്റർ s⁻² ആണ് × s/m. ഇതൊരിക്കലും എന്തിൻ്റെ ഡയമെൻഷൻ വരില്ല? കൈനറ്റിക് എനർജിൻ്റെ ഡയമെൻഷൻ വരില്ല. ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം² s⁻⁴. f² എന്ന് പറയുന്നത് t² എന്ന് പറയുമ്പോൾ s² / m എന്ന് പറഞ്ഞാൽ മാസ്. ഇത് കിലോഗ്രാം മാസ് കിലോഗ്രാമും കട്ട് ചെയ്യും. അപ്പോൾ കിലോഗ്രാം മീറ്റർ² s⁻². ഇത് എനർജിയുടെ റിലേഷനാണ്. അപ്പോൾ f² t²/3m എന്ന് പറയുന്നത് എനർജിയുടെ റിലേഷനാണ്. അപ്പോൾ ഫ്രാക്ഷൻ എന്തില്ല?
ഡയമെൻഷൻ ഇല്ല. അപ്പോൾ എഫ് സ്ക്വയർ ടി സ്ക്വയർ ബൈ എം, എഫ് സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m, എഫ് സ്ക്വയർ ടി സ്ക്വയർ ബൈ 3m. ഇത് മൂന്നും ഫ്രാക്ഷനിലാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ നമുക്ക് ഡയമെൻഷൻ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇക്വേഷനുകളായിട്ടുള്ള ക്വസ്റ്റ്യനുകളാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഡയമെൻഷൻ ചെക്ക് ചെയ്തിട്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് മൂന്ന് ഓപ്ഷനുകൾ ചിലപ്പോൾ ഔട്ടാവും, ചിലപ്പോൾ 2 ഓപ്ഷനുകൾ ഔട്ടാവും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഇപ്പോൾ നമുക്ക് ശരിക്കുള്ള വഴിയിലൂടെ പോകണം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m അറ്റ് റെസ്റ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ്. കൈനറ്റിക് എനർജി ആഫ്റ്റർ ടൈം t എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ബോഡിയുടെ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, ബോഡിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ആക്സിലറേറ്റഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ ആക്സിലറേഷൻ സംഭവിക്കുന്ന ഈ ബോഡിക്ക് ഓരോ ഇൻ്റർവെല്ലിലും ഓരോ വെലോസിറ്റി ആയിരിക്കും. ഈ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് v = u + at എന്നുള്ള റിലേഷൻ അനുസരിച്ചായിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. t എന്ന പോയിന്റിൽ എത്തുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് തന്നിട്ടുണ്ട്. v = at ആണ്. a എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്, ഇൻറ്റു t ആണ്. ഇതാണ് v. അപ്പോൾ t എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ ഉള്ള വെലോസിറ്റി നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ½ mv² ആണ്. m എന്ന് പറയുന്നത് v എന്ന് പറയുന്നത് ft/m ആണ്. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ f² t² ഡിവൈഡഡ് ബൈ m². mm ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് f² t² ബൈ 2m എന്നാണ്. ഇതാണ് ആൻസർ വരുന്നത്. ഇതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സ്ഫെറിക്കൽ ബാൾ ഓഫ് മാസ് 20 kg ഈസ് സ്റ്റേഷനറി അറ്റ് ദ ടോപ്പ് ഓഫ് എ ഹിൽ ഓഫ് ഹൈറ്റ് 100 meter. ഇറ്റ് സ്ലൈഡ്സ് ഡൗൺ എ സ്മൂത്ത് സർഫസ് ടു ഗ്രൗണ്ട്, ദെൻ climb up another hill of height 30 meter and finally to a horizontal base at a height 20 meter from the ground. The velocity attained by the ball is. നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സ്ഫെറിക്കൽ ബാൾ ഉണ്ടായിരുന്നു, 20 കിലോഗ്രാമാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അത് 100 മീറ്റർ ഹൈറ്റുള്ള ഒരു ഹില്ലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് ഗ്രൗണ്ടിലേക്ക് സ്ലൈഡ് ചെയ്ത് വരുന്നു. സ്ലൈഡ് എന്നതിന് പകരം, ഇതൊരു സ്ഫെറിക്കൽ ബോഡിയാണ്, സ്ലൈഡ് എന്നതിന് പകരം റൊട്ടേറ്റ് എന്നതാണെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² × 1 + k² / r² എന്ന് എടുക്കേണ്ടി വരും. കാരണം റൊട്ടേഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ അങ്ങനെ എടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ½ mv² മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് വരുന്നു. പിന്നീട് അത് 30 മീറ്റർ ഹൈറ്റുള്ള ഒരു ഹില്ല് കയറുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അത് ഫൈനലി ടു എ ഹൊറിസോണ്ടൽ ബേസ്, ഗ്രൗണ്ടിൽ നിന്ന് 20 മീറ്റർ ഹൈറ്റുള്ള ഒരു ബേസിലേക്ക് അത് ഇറങ്ങി വരുന്നു. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഇവിടെ എത്തുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഈ പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ചാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഹൈറ്റിൽ വ്യത്യാസം വന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടായത് എക്സ്പ്രസ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയിലാണ്. അപ്പോൾ ½ mv² എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്. ഇവിടെ 100 ആണ്, ഇവിടെ 20 ആണ്. അപ്പോൾ ഈ 100ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 80 h ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ m × g × 80 എന്ന് വരും. h എന്ന് പറയുന്നത് mm ഗെറ്റ് ക്യാൻസൽഡ്. 2 × 10 × 80 എന്ന് പറഞ്ഞാൽ ഇവിടെ 16 എന്ന് വരും. അപ്പോൾ v എന്ന് പറഞ്ഞാൽ 4 × 10 എന്ന് വരും. 40 m/s എന്നായിരിക്കും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് മൂവിങ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ്, collide with the spring of spring constant k and compress it by length L. The maximum momentum of the block after collision. ഒരു ബ്ലോക്ക് ഉണ്ട്, അത് m മാസുള്ള ബ്ലോക്ക് v വെലോസിറ്റിയിൽ സഞ്ചരിച്ച് ഒരു സ്പ്രിങ്ങിൽ തട്ടി. അപ്പോൾ സ്പ്രിങ് കംപ്രസ് ആവും. ഈ കംപ്രസ് ആയ സ്പ്രിങ് പിന്നീട് അത് ബൗൺസ് ചെയ്യും. അത് എത്ര മൊമെൻറ്റത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിന് എത്ര v ആണോ ഇത് കംപ്രസ് ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യും.
ആ പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് അത് ഈ ബ്ലോക്കിനെ തള്ളും. അത് എത്ര മൊമെൻറ്റത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഹാഫ് mv² ആയിരിക്കും. ഈ പോകുന്ന ബ്ലോക്കിൻ്റെ ഹാഫ് mv² ആയിരിക്കും ഈ സ്പ്രിങ്ങിൽ L എന്ന് പറഞ്ഞിട്ടൊരു കംപ്രഷൻ ഉണ്ടാക്കിയത്. ആ കംപ്രഷൻ അതിൻ്റെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ആ പൊട്ടൻഷ്യൽ എനർജി ഇതിനെ തള്ളും. അപ്പോൾ ഈ V തന്നെ ആയിരിക്കും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന V എന്ന് പറയുന്നത്. ഹാഫ് KL². അപ്പോൾ ഹാഫും ക്യാൻസൽ ചെയ്യും. അപ്പോൾ V എന്ന് പറയുന്നത് KL² ഡിവൈഡഡ് ബൈ M ആണ്. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് mv ആണ്. m ഇൻറ്റു V എന്ന് പറഞ്ഞാൽ KL² ഡിവൈഡഡ് ബൈ M ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് all raised to half. V എന്ന് പറയുന്നത് V² ആണ്, KL² ബൈ M. അപ്പോൾ all raised to half. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് mv എന്ന് പറയുമ്പോൾ ഇത് റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ √m, ഇവിടുന്ന് ഒരു റൂട്ടിൻ്റെ ഉള്ളിലത്തെ ഒരു എമ്മും പുറത്തത്തെ ഒരു എമ്മും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു √m എന്നുണ്ടാവും. ഇവിടെ L² all raised to half കട്ട് ചെയ്യുമ്പോൾ L √k ഇത്രയും സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ √mkl ഇതായിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A mass of 100 grams strikes the wall with a speed of 5 meters per second at an angle 30 degree and rebound with same speed. If the contact time is 2 into 10 raised to minus 3 seconds, what is the force applied on the mass by the wall? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വാളിൽ 100 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു ബോൾ 30 ഡിഗ്രിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. എന്നിട്ട് അതേ ആംഗിളിൽ അതേ വെലോസിറ്റിയിൽ റീബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ റീബൗണ്ടഡ് വിത്ത് സെയിം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ വെലോസിറ്റിയിൽ അതേ ആംഗിളിൽ അത് തിരിച്ചു പോകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ മൊമെൻറ്റം വിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഫൈനൽ വിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ദർ ഈസ് മൊമെൻറ്റം ചേഞ്ച് ഉണ്ട്. ഈ മൊമെൻറ്റം ചേഞ്ച് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡിലോ വെച്ചിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സാണ് കാണേണ്ടത്. അതിന് ഡെൽറ്റ പി കാണണം. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ മൊമെൻറ്റമാണ് നമുക്ക് കാണേണ്ടത്. ഈ വിയെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ 2 കമ്പോണൻ്റ് ആക്കുക. ഇതിനെ ഇങ്ങനൊരു കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആക്കാം. ഇതിനെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ആക്കാം. ഇതിനെ ഇങ്ങോട്ടും കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ വൈയിലുള്ള മൊമെൻറ്റം ക്യാൻസൽ ചെയ്യപ്പെടും, എക്സിൽ മാത്രമേ മൊമെൻറ്റം ഉള്ളൂ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സിലുള്ള ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് mv cos തീറ്റയാണ്. എത്രയാണോ ഈ ആംഗിൾ അതാണ്. ഇനി ഈ കമ്പോണൻറ്റിനെ കൊണ്ടുണ്ടാകുന്ന ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് -mv cos തീറ്റയാണ്. കാരണം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇതിന് പ്ലസ് എന്ന് കൊടുക്കുമ്പോൾ ഇതിന് മൈനസ് എന്ന് കൊടുക്കണം. ഇത് കമ്പോണൻ്റ് ആക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി വൈയിൽ മൊമെൻറ്റം ക്യാൻസൽ ചെയ്ത് പോവുകയാണ്, എക്സിൽ മാത്രമേ മൊമെൻറ്റം ഉള്ളൂ. അത് കോസ് കമ്പോണൻ്റ്, അഡ്ജസൻറ്റ് കമ്പോണൻ്റാണ് കോസ് തീറ്റ, കോസ് കമ്പോണൻ്റാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇനീഷ്യലി -mv cos തീറ്റയാണുള്ളത്, ഫൈനൽ +mv cos തീറ്റയാണുള്ളത്. ഡെൽറ്റ പി ചേഞ്ച് എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. അപ്പോൾ mv cos തീറ്റ -mv cos തീറ്റ എന്ന് പറഞ്ഞാൽ 2mv cos തീറ്റ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ 2 × m എന്ന് പറയുന്നത് 100 ഗ്രാം, 100 × 10⁻³ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ cos 60, cos 30. cos 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ഡിവൈഡഡ് ബൈ കോണ്ടാക്ട് ടൈം ടി തന്നിട്ടുണ്ട് 2 × 10⁻³ 10⁻³ ഗെറ്റ് ക്യാൻസൽ, 2 ഗെറ്റ് ക്യാൻസൽ, 200 വെട്ടിക്കഴിഞ്ഞാൽ 5,
അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഒരു മിനിറ്റ്. mv cos theta divided by t2 into 10 raised to minus 1 into v 5 ഇട്ടിട്ടില്ല. ഓക്കെ, അതെ ഈ ഇക്വേഷനില്ലേ പറഞ്ഞതിന് ശേഷമുള്ളതാട്ടിലും പറയണം. അപ്പോൾ നമുക്ക് 2mv cos theta ഡിവൈഡഡ് ബൈ ടി ആണ് കാണാനുള്ളത്. അപ്പോൾ 2 ഇൻറ്റു എം എന്ന് പറയുന്നത് 100 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3, വി എന്ന് പറയുന്നത് 5, കോസ് തീറ്റ കോസ് 30 എന്ന് പറയുന്നത് കോസ് 30 എന്ന് പറയുമ്പോൾ √3/4. കോണ്ടാക്റ്റ് ടൈം തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3. ഇവിടെ 2 ഗെറ്റ് ക്യാൻസൽഡ്, 4ഉം 100ഉം കട്ട് ചെയ്യുമ്പോൾ 25, 10 റൈസ് ടു 10 മൈനസ് 3, 10 റൈസ് ടു മൈനസ് 3 ഗെറ്റ് ക്യാൻസൽഡ്, 25 ഇൻറ്റു 5 10 raised to minus 1 v5 cos theta √3/2 √3/2 2 into 10 raised to minus 3 2 to 150. ഇവിടെ നിന്ന് തന്നെ ഒന്നും കൂടിയിട്ടില്ലേ ഇവിടുന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2mv cos theta ബൈ ടി ആണ് ഫോഴ്സ് എന്ന് മനസ്സിലായി. അപ്പോൾ 2 ഇൻറ്റു എം എന്ന് പറയുന്നത് 100 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 എം, വി എന്ന് പറയുന്നത് 5, കോസ് തീറ്റ എന്ന് പറയുന്നത് √3/2, കോസ് 30 √3/2. കോണ്ടാക്ട് ടൈം തന്നിട്ടുണ്ട് 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3. ഇവിടെ 2 ഗെറ്റ് ക്യാൻസൽഡ്, 2 വെറ്റി കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 25, 10 റൈസ് ടു മൈനസ് 3, 10 റൈസ് ടു മൈനസ് 3 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ 250 √3 എന്നിട്ടും ആൻസർ 250 √3. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A block of mass m is attached to lower end of a vertical spring. The spring is hung from the ceiling and has force constant K. The mass is released from rest with initially spring unstretched. The equilibrium extension produced in the spring is. ഒരു വെർട്ടിക്കൽ സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ലോവർ എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തു. ലോവർ എൻഡിൽ മാസ് അറ്റാച്ച് ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിൽ ഇതെന്ത് ചെയ്യും? നന്നായിട്ട് താഴേക്ക് പോകും. താഴേക്ക് പോയിട്ട് പിന്നീട് മുകളിലേക്ക് വന്നിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓസിലേറ്റ് ചെയ്ത് അവസാനം അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിൽ വന്നിട്ട് നിൽക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇക്വിലിബ്രിയം എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിംഗ് ഈസ് എന്നാണ്. അപ്പോൾ ഇനീഷ്യലി അത് വെച്ച സമയത്ത് അവർ നന്നായിട്ട് താഴേക്ക് പോകും. ഇതാണ് മാക്സിമം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഓസിലേറ്റ് ചെയ്ത് അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് kx ആണ്. F=kx ആണ് സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഈക്വലായിട്ട് ഇതിൻ്റെ mg വരുന്ന പൊസിഷനിലാണ്. ഇതിൻ്റെ വെയിറ്റ് ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിലുള്ള റീസ്റ്റോറിങ് ഫോഴ്സിന് ഈക്വൽ ആകുന്ന പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ kx പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്പ്രിങ് ഈസ് ഈക്വൽ ടു mg വെയിറ്റ്. അപ്പോൾ x mg/k എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ബി ആണ് വരിക. ഇനി ഇതേപോലെ തന്നെ നമ്മളോട് മാക്സിമം ഇലോങ്ങേഷനും ചോദിക്കും. അപ്പോൾ നമ്മൾ എനർജികളെയാണ് ഇക്വേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. 2mg/k ആണ് മാക്സിമം ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എക്സ്പ്ലോഷൻ ബ്ലോസ് എ ബോംബ് ഇൻ ടു 3 parts. Two parts go off right angle to each other.
These two are 1 kilogram, first part moving with a velocity 12 meter per second and 2 kilogram second part moving with a velocity 8 meter per second. If the third part fly off with a velocity 4 meter per second, its mass would be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എം എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ടായിരുന്നു. ഈ മാസ് 3 എണ്ണമായിട്ട് പൊട്ടിത്തെറിച്ചു. അങ്ങനെ 3 എണ്ണമായിട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഒന്നാമത്തതിൻ്റെ മാസ്, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ബോംബ് 3 ആയിട്ട് പൊട്ടുന്നു. അങ്ങനെ 3 ആയിട്ട് പൊട്ടിയതിൽ 2 പാർട്ട് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് 1 കിലോഗ്രാം ആണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. അതിൻ്റെ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തേർഡ് പാർട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഈ ബോംബ് പൊട്ടുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തോ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അപ്പോൾ ഇതിപ്പോൾ 2 പീസായിട്ട് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഒരു പീസ് ഈ ഡയറക്ഷനിൽ പൊട്ടിത്തെറിച്ചാൽ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പീസ് ഈ ഡയറക്ഷനിലാണ് പൊട്ടിത്തെറിക്കുക. ഇനി ഇത് 3 പീസായിട്ട് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അപ്പോൾ ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റൈറ്റ് ആംഗിൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പൊട്ടുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ഇങ്ങോട്ടാണ് വരിക. ഈ റിസൾട്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂന്നാമത്തെ പാർട്ട് പൊട്ടുന്നത്. അപ്പോൾ ഇതിൽ മൊമെൻറ്റം കൺസർവേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഐ ഡയറക്ഷനിലാണ്, ഇത് ജെ ഡയറക്ഷനിലാണ്. അപ്പോൾ മൂന്നാമത്തതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് P3 ഈക്വൽ ടു √P1² പ്ലസ് P2² എന്ന് എഴുതേണ്ടി വരും അല്ലേ. മൊമെൻറ്റം കൺസർവേഷൻ, ഇതിൻ്റെ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു, മൂന്നാമത്തതിൻ്റെ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു, ഇത് ഐയും ജെയും ആയതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുത്തതാണ്. അല്ലെങ്കിൽ PI പ്ലസ് PJ എന്ന് എഴുതിയാൽ മതി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ √P1² പ്ലസ് P2². 2 കഷ്ണമായി പൊട്ടിത്തെറിക്കുകയാണെങ്കിലോ P1 ഈക്വൽ ടു P2 അല്ലേ. രണ്ടും എക്സ് ഡിറക്ഷനിലാണ്. ഇത് ഒന്ന് എക്സ് ഡിറക്ഷനിലും ഒന്ന് വൈ ഡയറക്ഷനിലുമാണ്. ഒന്ന് ഇതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ P3 ഈക്വൽ ടു P1² പ്ലസ് P2² എന്ന് കിട്ടും. അപ്പോൾ മാസ് ഓഫ് P3 ഇൻറ്റു വെലോസിറ്റി ഓഫ് P3 ഇസ് 4 ഇസ് ഈക്വൽ ടു √P1² 8 × 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 × 12 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16² പ്ലസ് 12² എന്ന് കിട്ടും. 16² എന്ന് പറയുന്നത് 256 ആണ്. 12² എന്ന് പറയുന്നത് 144 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400 എന്നാണ് കിട്ടുക. 400ൻ്റെ √20 ആണ്. അപ്പം മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണ് എന്ന് കിട്ടും. അപ്പോൾ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. 2 കഷ്ണമായിട്ട് പൊട്ടാം, 3 കഷ്ണമായിട്ട് പൊട്ടാം, എത്ര കഷ്ണമായിട്ടും പൊട്ടാം. മൊമെൻറ്റം കൺസർവേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്, അത് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് W1, W2, W3 represent the work done in a moving particle from A to B along 3 paths, find the correct relation. അപ്പോൾ വർക്ക് ഡണ്ണുകളാണ് തന്നിരിക്കുന്നത്. W1, W2, W3. ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലുള്ള വർക്കാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിലുള്ള വർക്ക് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. A to B ആണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഏത് പാത്തിലൂടെ ചെയ്യുന്ന വർക്കും എന്താണ് ഈക്വലാണ്. ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത് തെർമോഡൈനാമിക് വർക്കാണെങ്കിൽ തെർമോഡൈനാമിക് വർക്കിന് ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം W1 ഈക്വൽ ടു W2 ഈക്വൽ ടു W3 അല്ല. കാരണം തെർമോഡൈനാമിക് വർക്ക് ഈസ് പാത്ത് ഡിപ്പെൻഡൻറ്റ്. വർക്കും ഹീറ്റും പാത്ത് ഫംഗ്ഷനാണ് തെർമോഡൈനാമിക്സിൽ. അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇതെന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ ചെയ്യുന്ന വർക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
A body of mass m kilogram is lifted by a man to a height of 1 meter in 30 seconds. Another man lifts the same mass to same height in 60 seconds. The work done are in the ratio. ഇവിടെ രണ്ട് ആളുകൾ ഒരേ ഹൈറ്റിലേക്ക് മാസുകളെ പിടിച്ച് പൊക്കുന്നു. പക്ഷേ ആ ടൈം ഇൻ്റർവെല്ലിൽ വ്യത്യാസമുണ്ട്. വർക്കിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. വർക്ക് എന്ന് പറയുന്നത് ഇവിടെ അവർ ഹൈറ്റിലേക്കാണ് പൊക്കുന്നത്. അപ്പോൾ ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് കല്ലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എച്ച് ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കല്ലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണോ അതാണ് അവർ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്. mgh എന്നാണ് ഇക്വേഷൻ. അതിൽ ടൈം വേരിയബിൾ ഇല്ല. അതുകൊണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെയാണ്. ഇനി ഇൻ കേസ് പവർ ആയിരുന്നു ചോദിച്ചതെങ്കിൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് വർക്ക് ചോദിച്ചത് കൊണ്ട് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1:1 റേഷ്യോ ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് m ആക്സിലറേറ്റ് യൂണിഫോംലി ഫ്രം റെസ്റ്റ് ടു v1 in t1 ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം t. ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഡെലിവേർഡ് ടു ദ ബോഡി ഈസ്. ഇങ്ങനൊരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡയമെൻഷൻ ചെക്ക് ചെയ്തിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. നമുക്ക് പവറിൻ്റെതാണ് വേണ്ടത്. പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്. എന്ന് പറഞ്ഞാൽ ½ എനർജിയാണ്. അപ്പോൾ mv² ഡിവൈഡഡ് ബൈ ടി എന്ന് റിലേഷൻ വരുന്നത് ഇതാ. ഇവിടെ mv² ഉണ്ട്, ഈ ടിയും ടിയും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ mv ഉണ്ട്, ടിയും ടിയും ക്യാൻസൽ ചെയ്യും. പക്ഷേ എന്തില്ല, mv² ഇല്ല. ഇവിടെ mv² ഉണ്ട്, t² ഇവിടുന്ന് ഒരു ടിയും ടിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് പവർ. പവറിൻ്റെ ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് ഇതാണ് ആൻസർ. യഥാർത്ഥത്തിൽ ഇതെങ്ങനെ ചെയ്യുക? പവർ എന്ന് പറയുന്നത് FV ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ നിന്ന് v1ലേക്ക് ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കുന്നു ഇൻ ടൈം t1. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v1 - 0 ഡിവൈഡഡ് ബൈ t1 ആണ്. ഇനി ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ v = at ആണ്. v = at ആണ്. അപ്പോൾ a × t. a എന്ന് പറയുന്നത് v1/t1 ആണ്. v1/t1 × t എന്ന് കിട്ടും. അപ്പോൾ ഈ റിലേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ വെച്ചിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ഇങ്ങനത്തെ റിലേഷൻ വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻ വെച്ച് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് m is driven with acceleration a along a straight level road against a constant external resistive force r. When the velocity of the car is v, the rate at which the engine doing work is. ഒരു കാറ് a ആക്സിലറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു റെസിസ്റ്റൻസ് ഉള്ള റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാറ് ഈ എൻജിൻ ചെയ്യുന്ന വർക്ക്, ഈ എൻജിൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, നീങ്ങാൻ വേണ്ടി എൻജിൻ ഉണ്ടാക്കുന്ന വർക്ക് എന്ന് പറയുന്നത് MA ആണ്. ഇതൊരു റെസിസ്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ടാണ് ഒരു വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ്, ഈ കാറ് MA ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റെസിസ്റ്റീവ് ഫോഴ്സ് R അതിനെ ക്യാൻസൽ ചെയ്യിപ്പിക്കും. അപ്പോൾ MA - R ആണ് ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, അതാണ് എന്ത്, പവർ. അതാണ് എന്ത്, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുന്നത്. അതാണ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് MA - R × V. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ഓപ്ഷൻ ഡി വരും ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹാർട്ട് ഓഫ് എ മാൻ പമ്പ്സ് 5 liters ഓഫ് ബ്ലഡ് through the arteries per minute at a pressure of 150 millimeter mercury. If the density of mercury be 13.6 × 10³ kilogram per meter cube and G = 10 meter per second square, then power in watt. നമ്മളോട് പവർ ആണ് ചോദിച്ചത്. പവർ = വർക്ക് ബൈ ടൈം ആണ്. ഇവിടെ ലിക്വിഡ് ആണ് വർക്ക് ചെയ്യുന്നത്. പ്രഷറും വോളിയമാണ് തന്നിരിക്കുന്നത്. P∆V, എത്ര വോളിയം ലിക്വിഡാണോ പമ്പ് ചെയ്യുന്നത് ഇൻറ്റു പ്രഷർ. ഇതാണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഇൻറ്റു ടൈം. ഇനി പ്രഷറിനെ നമ്മൾ SI സിസ്റ്റത്തിലാണ് നമ്മൾ വേണ്ടത്. വാട്ടിലാണ് നമുക്ക് ഉത്തരം ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 150 millimeter എന്ന് പറഞ്ഞാൽ 150 × 10⁻³ മീറ്ററായി. ഇനി നമുക്കറിയാം 13.6 ആണ് മെർക്കുറിൻ്റെ ഡെൻസിറ്റി. പ്രഷർ = HρG ആണ് നമ്മുടെ ഇക്വേഷൻ
അല്ലേ? SI നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ മില്ലിമീറ്റർ HG നമ്മൾ SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ HρGക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 150 × 10⁻³ മീറ്റർ ആയി ഇൻറ്റു 13.6 ഇൻറ്റു G = 10 നമുക്ക് 10⁻⁻1 13.6 × 15 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 204 ആണ് നമുക്ക് കിട്ടുക. പ്രഷർ ഈക്വൽ ടു 204 ഇൻറ്റു 10⁻⁻1 എന്ന് കിട്ടും. അപ്പോൾ 20.4 എന്നാണ് പ്രഷർ കിട്ടുക. പ്രഷർ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. അപ്പോൾ 20.4 ഇൻറ്റു ഡെൽറ്റ വി 5 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് ടൈമാണ്, പെർ മിനിറ്റ് ആണ്. പെർ മിനിറ്റ് ആയതുകൊണ്ട് 60 ആണ്, 60 സെക്കൻഡ്. ഇനി 5 ലിറ്റർ എന്ന് പറയുന്നത് ലിറ്റർ ആണ്. ലിറ്ററിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. 5 × 10⁻³ മീറ്റർ ക്യൂബാണ് വരുന്നത്. ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇത് അപ്രോക്സിമേറ്റ്ലി 20 സംതിങ് എടുത്താൽ അവിടെ 13.6 × 10⁻³ എന്നുണ്ട്. അപ്പോൾ 20.4 × 10⁻³ എന്ന് കിട്ടും. ഇവിടെ ഒരു 10⁻³ ഉണ്ടാവും. ഈ 10⁻³ ഈ 10⁻³ കട്ട് ചെയ്ത് പോകും. ഇത് അപ്രോക്സിമേറ്റ്ലി 20 എന്നെടുത്തു കഴിഞ്ഞാൽ 1/3. 5/3 എന്ന് പറഞ്ഞാൽ 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 5/3 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ കുറവായിരിക്കും. 2.5 കുറവുള്ള വാല്യൂ 2.3 സംതിങ്. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A particle of mass m starting from rest undergo uniform acceleration. If the speed acquired in time t is v, then the power delivered to the particle is. നമുക്കറിയാം പവറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയമെൻഷൻ ഇങ്ങനെ ഒരു ഫോർമാറ്റ് വന്നാൽ ഡയമെൻഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ mv²/t ഇവിടെ mv²/t ഉണ്ട്, ഹാഫ് mv²/t ഉണ്ട്. mv²/t² പറ്റൂല, ഇതും പറ്റില്ല. അപ്പോൾ ഫ്രാക്ഷൻ വന്നു. അപ്പോൾ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോകണം. ഇനി നമുക്കറിയാം പവർ ഈക്വൽ ടു FV ആണ്. പവർ ഈക്വൽ ടു FV. ഈ FV എന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ V കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ ആക്സിലറേറ്റഡ് മോഷൻ ആണ്, അപ്പോൾ V കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? എനർജി ബൈ ടൈം ആണ്. ഇവിടെയുള്ള എനർജി എന്ന് പറയുന്നത് ഹാഫ് mv²/t ആണ്. കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഹാഫ് mv²/t ആണ്. ഇനി ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ V ആവറേജ് എന്ന് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു V ആവറേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇവിടെ -0 ഡിവൈഡഡ് ബൈ t ഇൻറ്റു V. ഇപ്പോഴും നമുക്ക് mv²/2t എന്ന് തന്നെയാണ് ആൻസർ കിട്ടുക. ഒന്നുകിൽ എനർജി ബൈ ടൈം ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഹാഫ് mv²/t എന്ന് വരും ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The power required to move a body of mass m up a frictionless inclined plane with a constant velocity v. ഇതൊരു ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. ഇതിൽ ഒരു മാസ് m ഉണ്ട്. ഈ മാസ് എമ്മിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റിയുടെ കമ്പോണൻറ്റ് mg sin θ ആണ് എന്ന് നമുക്കറിയാം. ഇതിൽ താഴേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg sin θ ആണ്. ഇത് ഫ്രിക്ഷൻ ഇല്ലാത്തതാണ്. ഇത് ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കിട്ടുക? അപ്പോൾ ഇതിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ mg sin θയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്ത് ആ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ മുകളിലേക്ക് നീക്കിക്കൊണ്ടു പോകുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ
ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലോ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആകുമ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ അത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടത് mg sin തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ mg sin തീറ്റ അതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, അതിന് ഈക്വലാണ് ഇൻറ്റു v. ഇതാണ് പവർ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഫ്രിക്ഷൻ വരുമ്പോൾ നമ്മൾ ഫ്രിക്ഷനെ കൺസിഡർ ചെയ്തിട്ട് ഫ്രിക്ഷൻ്റെ ഏത് കമ്പോണൻ്റ് ആണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വർക്ക്, എനർജി, പവർ ഈ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ ഇക്വേഷൻ എല്ലാം പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം.